മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾക്കെതിരെ ആരുമൊന്നും ചെയ്യില്ല, ആരുമൊന്നും പ്രതികരിക്കില്ല, മാധ്യമങ്ങൾ പ്രതികരിക്കില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അന്ന് പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങളല്ല, സമൂഹ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ആ ചർച്ചയിൽ തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പോസിറ്റീവായ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിന് പോസിറ്റീവായ കമൻസ് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളി സമൂഹത്തിൽ ഒരു വിഭാഗം പുരുഷന്മാർക്കുള്ള ഒരു തരം ഫ്രസ്ട്രേഷൻ, തനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ അതിൽ ലഭിക്കുന്ന ഒരു തരം രതിസുഖമുണ്ടല്ലോ, അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തുടർച്ചയാണ്. നമുക്കറിയാം, നമ്മളൊരു വാർത്ത വായിച്ചാലും അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിച്ചാലും അത് എത്ര ഗൗരവത്തുള്ള വിഷയമാണെങ്കിലും അതിന് താഴെ വരുന്ന വഷളൻ കമൻസ്, ഈ പറയുന്ന പലർക്കും മുഖമില്ല. എത്രത്തോളം പരാതിപ്പെട്ടാൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് ഭാഗ്യലക്ഷ്മി വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഭാഗ്യലക്ഷ്മിയുടെ കേസ് നമ്മൾ തന്നെ അന്ന് തത്സമയം എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ഒരു ലോഡ്ജിലിരുന്ന് ഒരു വഷളൻ, ഇതുപോലൊരു വഷളൻ ഒരു ലോഡ്ജിലിരുന്ന് ഭാഗ്യലക്ഷ്മിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അസഭ്യ പ്രതികരണങ്ങൾ, ഇവർ ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി വീഡിയോ ഇടുകയാണ്. എന്നിട്ട് സ്വയം ഒരു മാധ്യമപ്രവർത്തനായി അയാളെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ അതിന് താഴെ ഒരുപാട് കമൻസ്, അതിന് വളരെ ഈ വൈറലാവുക എന്ന് പറഞ്ഞാൽ എന്ത് അശ്ലീലത്തിനും വൈറലാകാൻ പറ്റും. ഒരു സിനിമയ്ക്ക് ആൾക്കാർ കൂടുതൽ കാണാനുണ്ടാകും, രഹസ്യമായി കാണുന്നവരുണ്ടാകും. ആ ഒരു സുഖമാണ് ഇവർ അനുഭവിക്കുന്നത്.